ഹലോ ഗായ്സ്, വെൽക്കം ടു ഗെയിമിംഗ് വിത്ത് ലിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് റോബ്ലോക്സിലെ സ്ക്വിഡ് ഗെയിമുമായിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും മൈൻക്രാഫ്റ്റ് തന്നെ ചെയ്യുമ്പം ബോറടിക്കൂലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ഗെയിമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗെയിം നമ്മളെ മറ്റേ അതിൻ്റെ പേര് മറ്റേ ഡോള് വരില്ലേ, അതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് അപ്പോൾ ഗൈസ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അയ്യോ ഗൈസ്, ലോഡായിട്ടില്ല. ഓ, അത് ഗാർഡാണെന്ന് തോന്നുന്നു കേട്ടാ. ഗാർഡ് എന്തൊക്കെയാ? ഗാർഡ് തന്നെ ഗൈസ്. കയ്യിൽ തോക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ വെടിവെക്കാനായിരിക്കും എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് വെൽക്കം ചെയ്യാണ് നമ്മളെ. ഗൈസ് ഇതിൽ 6 ഗെയിമുണ്ട് ഗൈസ്. 6 ഗെയിം, ഓരോ ദിവസം ഓരോ ഗെയിമാണ് ഗൈസ്. അപ്പോൾ 6 ദിവസം ഗെയിം നടക്കും. ഓക്കെ. നമുക്ക് 6 ഗെയിമും ജയിച്ചാൽ നല്ല കാശ് കിട്ടും, അത്രയേ ഉള്ളൂ. നമ്മൾ ജയിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് മറ്റേ നമ്മളെ ചേച്ചിയുടെ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓടി ആദ്യം എത്തണം ഗൈസ്. ഫ്രണ്ട് മാൻ ഉണ്ട് ഗൈസ്. പിന്നെ ഫ്രണ്ട് മാനും ഗാർഡൊക്കെ ആവാൻ പറ്റും ഗൈസ്. എൻ്റെ കയ്യിൽ നിറച്ച് കാശുണ്ട് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ആവാം, സെറ്റാകാം ഗൈസ്. ഇപ്പം ഞാനാണ് ഫസ്റ്റും തോന്നുന്നു ഗൈസ്. ബാക്കിൽ ആൾക്കാരുണ്ട്. റെഡ് ലൈറ്റ് ഗൈസ്. പിന്നെ ഇതിൽ ചിലവന്മാർ നമ്മളെ തള്ളിയിടും, അവന്മാരെ നോക്കണം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂട്ടത്തിൻ്റെ ഇടയിൽ പോയാൽ പെട്ടു. നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പോവാം. മാക്സിമം ഫസ്റ്റ് ആവാൻ തന്നെ നോക്കാം. ആയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങ് പാസ്സായി കയറിയാൽ മതി. ഗൈസ് ഇതെനിക്ക് തോന്നുന്നു ഫ്രണ്ട് മാനാണ് കൺട്രോൾ ചെയ്യാനെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി 30 സെക്കൻഡ് ഉണ്ട്. 30 സെക്കൻഡകത്ത് ഉമ്മാർ കയറണം, അല്ലെങ്കിൽ ഉമ്മാരും പടവും. അവസാനം ഇവിടെ വെട്ടിയിട്ട വാഴത്തുണ്ട് പോലെ കിടക്കണം. വരട്ട് ഗൈസ്. ഫ്രണ്ട് മാനാണ് കൺട്രോൾ ചെയ്യുന്നത് ഗൈസ്. ഫ്രണ്ട് മാൻ ഇല്ലെങ്കിൽ അത് പ്രോഗ്രാം പോലെ ഗെയിം കൺട്രോൾ ചെയ്താന്. ഇപ്പോൾ ഫ്രണ്ട് മാനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം അടുത്ത സ്റ്റേജ് എത്തുമെന്നാണ് തോന്നുന്നത്. ഉമ്മാരൊക്കെ മിക്കവരും പടവും. അവൻ തീർന്ന്. അടുത്ത സ്റ്റേജ് എത്തും. അടുത്ത സ്റ്റേജ് നമ്മൾ ഡൽഗോണയാണ് ഗൈസ്. ഡൽഗോണ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു മുട്ടായി പോലൊരു സംഭവം തരും. അതിൽ കുറേ ഷേപ്പ് വേണം. ആ ഷേപ്പ് നമ്മൾ വെട്ടിയെടുക്കണം. കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കണം ഗൈസ്. അത് പൊട്ടിയാൽ നമ്മൾ കത്തം ഗൈസ്. അപ്പം മേളിൽ കാശൊക്കെ വീഴുന്നുണ്ട് ഗൈസ്. ജയിക്കാൻ ആൾക്ക് ഇത് കിട്ടും. ഇപ്പം കറൻ്റ്ലി 18 പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ്. ജാക്ക് പോട്ട് 1 മില്യനാണ് ഗൈസ്. 1 മില്യനും 3 ലക്ഷവും. ഗേറ്റൊക്കെ തുറക്കുന്നു. അതോ ഞാൻ വരുന്നു. അപ്പോൾ ഗൈസ് ഏത് ഷേപ്പ് സെലക്ട് ചെയ്യാം, നമുക്ക് എന്നെ പിരിക്കാം. സമ്മറിൽ മുങ്ങിത്തക്കി വെണ്ടയ്ക്ക് ആകർഷണം കിട്ടി, നിന്നെ മാത്രം കണ്ടില്ലല്ലോ പ്രിയസായ തക്കാളി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഫസ്റ്റാണ് ഗൈസ്. അപ്പോൾ എടുത്ത് നോക്കാം ഏത് ഷേപ്പ്. അയ്യോ, അമ്പർല. എന്നെ സാമ്പാർ ചതിച്ച്. ഫ്രണ്ട് മാൻ ഉണ്ട് ഗൈസ്. ഫ്രണ്ട് മാൻ ലൈറ്ററൊക്കെ തരാൻ പറ്റും. ലൈറ്റർ വെച്ച് കത്തിക്കുമ്പോൾ അത് ഉരുകുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ. നോക്കി പയ്യെ ചെയ്താൽ മതി. അയ്യോ അമ്മച്ചി, കുറേ പൊട്ടുന്നുണ്ട് ഗൈസ്. കുറച്ച് പൊട്ടിയ കാര്യമല്ല, കുറേ പൊട്ടണം. അവിടെ ആരെയൊക്കെയോ തീർക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ചെയ്ത് തീർക്കും. സിമ്പിൾ ഗൈസ്, സിമ്പിൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഫ്രണ്ട് മാനെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ കളിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇനി അടുത്ത സ്റ്റേജിന് വെയിറ്റ് ചെയ്യണം. ഇനി ഉമ്മാർ വരണം, വന്നിട്ടേ കാര്യമുള്ളൂ. 44 സെക്കൻഡ് ഉണ്ട്. ഓക്കെ,
അപ്പോൾ ഗൈസ് ഇപ്പം സമയം തീരും. ഇത് കഴിഞ്ഞാൽ ചത്തവന്മാരെയൊക്കെ പോകും, ഇനി ചാവുള്ളവരെയൊക്കെ ചാവും. അപ്പോൾ ഗൈസ് ഇപ്പോൾ 11 പ്ലെയറുണ്ട്. ജാക്ക് പോട്ട് 2 മില്യനാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് മിക്കവാറും 6 ലക്സ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ്. അയ്യോ ഗൈസ്, ഇപ്പോൾ ഇത് ഫ്രണ്ട്മാൻ്റെ പണിയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് ചിലർക്ക് ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇത് നമ്മൾ രാത്രി തമ്മി തല്ലണ ഗെയിമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കയറി അടിച്ചു തുടങ്ങാം ഗൈസ്. കുറേ ഒരു ചാവനുണ്ട് ഗൈസ്. ഇത് നമുക്ക് നല്ലതാണ് ഗൈസ്. നമുക്ക് പെട്ടിന് പ്ലെയേഴ്സ് കുറേ ഒരാളെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇത് നോർമലി വരൂല ഗൈസ്, പക്ഷേ ഇത് ഫ്രണ്ട്മാൻ കാണിച്ച പണിയാണ്. ഫ്രണ്ട്മാൻ അതേപോലത്തെ എബിലിറ്റിയൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഞാൻ ചത്തോ ഗൈസ്? എന്നെ ഫ്രണ്ട്മാൻ പണി തന്നെ ഗൈസ്. ഞാനിപ്പോൾ ചാവുന്നാണ് തോന്നുന്നു ഗൈസ്, കാരണം ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് ഫ്രണ്ട്മാൻ പണിയാണ്. അവന്മാരങ്ങനെ തല്ലി കൊല്ലണമെങ്കിൽ ഇല്ല ഗൈസ്, ചത്തില്ല. അത് ഫ്രണ്ട്മാൻ പണി തരാൻ നോക്കിയതാണ്. ഫ്രണ്ട്മാൻ ഉള്ളപ്പോൾ ഇതാണ് പ്രശ്നം ഗൈസ്. അയ്യോ, ഫ്രണ്ട്മാൻ പല ഇതും കാണിക്കും ഗൈസ്. അപ്പോൾ ഇത് ഡക്ചിയാണ്. ഇത് നമ്മൾ തിരിച്ചിടണം, കമത്തിയിടണം ഗൈസ്. ഇട്ടിട്ടുണ്ടാവും ഗൈസിൽ പവർ കൂട്ടിയും കൊടുക്കാൻ പാടില്ല, കുറച്ചും കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ കളി അനുസരിച്ച് കളിക്കണം ഗൈസ്. ഇതിപ്പോൾ ഇവിടെ വെച്ചടിച്ചാൽ പോവും വീണ്. അപ്പോൾ അടുത്ത ലെവൽ ഇനി 2 കൂടെ ഉണ്ട് ഗൈസ്. ഇതും കൂടെ കൂട്ടി 3 ഇപ്പോൾ കളിക്കണം കൂടെ കൂട്ടി 3 ഗൈസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്യാച്ച് ചെയ്യണം ഗൈസ്. സ്ക്വിഡ് ഗെയിം മൂവി കണ്ടവർക്ക് മനസ്സിലാവും. ഇനി 3 കൂടെ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ അടുത്ത ലെവലിൽ പോവാം. ഫ്രണ്ട്മാൻ നമ്മളെ ബാക്കിലുണ്ട് ഗൈസ്. ഫ്രണ്ട്മാൻ നമുക്ക് പണി തരാണെന്ന് നോക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്താണ്? പമ്പരം നമുക്ക് കുറച്ച് കൊടുത്താൽ മതി ഗൈസ്. ഈസി ആയിട്ട് ജയിച്ചോളൂ. ഇത് ചുമ്മാ കറങ്ങിയാൽ മതി. അടുത്തത് നമ്മളെ ഈ ഗെയിമിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് നമ്മളെ ഫുട്ബോളിലെ ജയിലിന് പോലെയാണ്. അത് കറക്റ്റ് പോയിൻ്റിൽ വരുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യണം ഗൈസ്. തീർന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ജയിച്ചേ. ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മളാണ് ഫസ്റ്റ്. എൻ്റെ ബാക്കിലൊരുത്തമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളാണ് ഫസ്റ്റ്. ഇപ്പോൾ കറൻ്റ്ലി 7 പ്ലെയേഴ്സേ ഉള്ളൂ. ജാക്ക് പോട്ട് 2.4 മില്യണാണ് ഗൈസ്. അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഗൈസ് സമയം തീർന്നിട്ടുണ്ട്. 5 പ്ലെയേഴ്സേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത ലെവൽ എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളെ ഫ്രണ്ട്മാൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ടഫാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം ഫ്രണ്ട്മാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. എല്ലാ കൺട്രോളും ഫ്രണ്ട്മാൻ്റെ കയ്യിലാണ്. ഫ്രണ്ട്മാൻ മാത്രമല്ല, ഇതിൽ ഗാർഡും ആകാൻ പറ്റും ഗൈസ്. ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇപ്പം നമ്മൾ അടുത്ത ഇതിൽ പോകും. അപ്പോൾ നമ്മളടുത്ത മിങ്കിൾ ഗെയിമാണ്. ഇത് കുറച്ച് ടഫാണ് ഗൈസ്. ഇതിന് ലക്ക് വേണം. 5 പേരേ ഉള്ളൂ ഗൈസ്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ഇതിൽ 1-2 ഡോറേ ഓപ്പൺ ആവത്തുള്ളൂ. നമ്മൾ ആ ഡോറിൽ കയറണം. പക്ഷേ ടാസ്ക് ഉണ്ട്. ഇപ്പോൾ പ്ലെയർ 1 ആണെങ്കിൽ ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ ഗൈസ്. പ്ലെയർ 2 ആണെങ്കിൽ 2 പേർക്കേ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സ്ട്രാ ഒരാൾ കയറിയാൽ എല്ലാവരും ചാവും. കുറഞ്ഞു പോയാലും പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം തീരും. നമ്മൾ ഡോറൊക്കെ നോക്കി വയ്ക്കണം ഗൈസ്. നമുക്കിപ്പോൾ ഓടിക്കളിക്കാം ഗൈസ്. അയ്യോ പെടോ. 3 ഇവിടെ ഡേ പൊട്ട അടാ. ഓ ഗൈസ്, അപ്പോൾ അടച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കി വെളിയിലുള്ളവന്മാരെയൊക്കെ ചാവും, നമ്മൾ ചാവത്തില്ല. കാരണം നമ്മൾ 3 പേരുണ്ട് ഗൈസ്. ഇപ്പം സമയം തീരും അവന്മാരെയൊക്കെ പടാവും ഗൈസ്. ഇപ്പം തീരും. നമുക്ക് കളി ഗൈസ്. ഇനി 2 ലെവല് 2 സ്റ്റേജും കൂടെ ഉണ്ട് ഗൈസ്.
കുറച്ച് ടഫാണ് ഗൈസ്, പിടിച്ച് നിൽക്കണം നമുക്ക്. നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട്, അത് മതി. നമ്മൾ തോറ്റ അടുത്ത ഒരു വീഡിയോയും കൂടെ ചെയ്യും. നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ ഗൈസ് ഇത് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ എല്ലാം ചെയ്തോളണം, എന്നാലേ ഇനിയും കുറേ വീഡിയോ ഒക്കെ വരുള്ളൂ. പാട്ടിപ്പം തിരിയും ഗൈസ്, റെഡി ആയിക്കോ. 2 അയ്യോ അയ്യോടേ, അതോ ഇപ്പം കയറണം, ഇപ്പം കയറണം ഗൈസ്. അവിടെ 2 ആയിന്ന് തോന്നുന്നു ഗൈസ്, നമ്മളിപ്പോൾ പടമാവും. ഇല്ല 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 തുറ ഗൈസ്. ഇയാളും ചാവും ഗൈസ്. ഇവിടെ ഒരാളേ ഉള്ളൂ ഗൈസ്. അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ് കേട്ടോ, നമ്മളിപ്പോൾ ചാവും. തീർന്നു ഗൈസ്. തീർന്നു ഗൈസ്, കത്തം ഗൈസ്. അപ്പോൾ സീനില്ല ഗൈസ്, നമുക്കൊന്നും കൂടെ കളിക്കാം. പക്ഷേ ഞാൻ ആ സ്റ്റേജ് വരെ ഉള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്യും ഗൈസ്, കാരണം നിങ്ങളെ ബോറടിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടത്തരം കാണിച്ചു അടുത്തൊരുത്തം ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യായിരുന്നു ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അവിടെ വരെ എത്തിയിട്ട് നിങ്ങൾ കാണിക്കാം ഗൈസ്. ഓക്കെ, ഇത് മിങ്കിൾ ഗെയിമല്ല, ഗോലി വെച്ചിട്ടുള്ള കളിയാണ്. നോക്കാം ഗൈസ്. അയാളുടെ കയ്യിൽ എന്താണ് ഇരിക്കണമെന്ന് ഗെസ് ചെയ്യണം. ഈവൻ നമ്മളോടാണ് കൊടുത്ത പോയി. അപ്പം അയാളാണ് ലീഡ്, നമ്മൾ ലീഡ് എടുക്കണം. ഈവൻ കൊടുക്കാം. ഇവനായാൽ കൊള്ളാം. ഇവനാവില്ല ഗൈസ്, പോയി. ഈ കളി പോകുന്നാണ് തോന്നുന്നത് ഗൈസ്. ഈ കളി പൊട്ടിയാൽ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാനായിരിക്കും ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, റെഡിയാക്കാം നമുക്ക്. അയ്യോ ഗൈസ്, ഈ കളി മിക്കവാറും പോവും. ഈവൻ കൊടുക്കാം. മിക്കവാറും ഉറപ്പായി, ഏകദേശം എനിക്ക് ഉറപ്പായി ഗൈസ്. ഓക്കെ കൊടുക്കാം. അവോർഡ് നമ്മളീ കളി ജയിക്കൂലേന്ന് അറിഞ്ഞൂടാ. യുവർ ഒപ്പോണൻസ് ഹാൻഡാ ചെയ്യാൻ കൊടുക്കാം. ഈവൻ തന്നെ ഗൈസ്, ഈവൻ തന്നെ. നമ്മൾ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഈവൻ തന്നെ കൊടുത്താൽ മതി. യുവർ ഒപ്പോണൻസ് ഓട് കൊടുക്കാം. ഓടാവിയാ കൊള്ളാം. ഓട് തന്നെ ഗൈസ്. കളി തീർന്നോ? ഇല്ല. ഈവൻ കൊടുക്കാം. അവനെന്താ കൊടുക്കണമെന്ന് ദൈവത്തിന് ഈവൻ തന്നെ. പക്ഷെ എൻ്റെ ഗസ്സിൽ അവൻ ജയിക്കുമെന്നാണ് തോന്നുന്നത്. ഇവനെടുക്കാം. ഇവനായാൽ കൊള്ളാം. ഇല്ല ഗൈസ്, ഓട്. ഈ കളി പോകും തോന്നുന്നു. പോയാൽ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പിന്നെയും ചെയ്യാം. നമുക്ക് ഇനിയും ചാൻസ് കിടക്കുകയല്ലേ. ആരാ ഗൈസ്? ഔട്ടായി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഇത്രയും എത്തിയിട്ടുണ്ട് ഗൈസ്. അതിനായി ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം ഗൈസ്. അപ്പോൾ ഇനി ഇത് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഓക്കെ, ബൈ.